ഹലോ ഗൈസ്, അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരണം കേട്ടോ. ഞാൻ പുറത്ത് നിന്നാണ് ചെയ്യണത്, ഉള്ളിലൊന്നും വെളിച്ചം കിട്ടണില്ല. അതാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കണത്. ഇത്രയും ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഒന്ന് ഇട്ടുകൊണ്ടിരുന്നത്. ഒന്നാമത് ടൈമില്ല, പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളും, പിന്നെ മടി എല്ലാം കൂടെ ആയിട്ടാണ് ഞാൻ ലെങ്ത് ഉള്ളത് ഇടാൻ കേട്ടോ. തോന്നുന്നു കുറച്ചായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതായത് യൂട്യൂബ് തുടങ്ങുന്നവർക്കും യൂട്യൂബ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഷർട്ട് എങ്ങനെയുണ്ട്? അളിയാൻ കൊടുക്കുന്ന കേട്ടോ. ഇതുകൊണ്ട് ഒരു ബ്ലൂ കളറും ഉണ്ട്. പക്ഷെ വൈറ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല വൈറ്റ്. പക്ഷെ ഇന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ 2027 മുതൽ 4000 വാച്ച് അവർ ഉള്ളത് 8000 വാച്ച് അവർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയണ്ടാവും അത്. അപ്പോൾ ഇന്നെ അറിയണ കുറച്ച് ആൾക്കാർ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് ആൾക്കാർക്ക് യൂട്യൂബ് ഉണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 4000 വാച്ച് അവർ ആക്കാൻ തന്നെ എന്തോരം ബുദ്ധിമുട്ട്. ഇതുവരെ 4000 വാച്ച് അവർ ആയിട്ടില്ല, ഇനി 8000 കൂടെ ആവാൻ ഏത് കാലം ആവാനാണ്, കണ്ടറിയാൻ ഞങ്ങൾ നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരോടും ഞാൻ പറഞ്ഞത്, കൂടെ നിങ്ങളോടും ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഒരിക്കലും നിർത്തരുത്. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആഴ്ചയിൽ 4 ദിവസം ലെങ്ത് ഉള്ളതും ബാക്കി ഉള്ള ദിവസം ഷോർട്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ലെങ്ത് ഉള്ള ഇട്ടാലാണ് വാച്ച് അവർ കയറുള്ളൂ. ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ സബ് കയറും. സബ് നമുക്ക് എങ്ങനെ വേണേലും ഉണ്ടാക്കാം കേട്ടോ, പെട്ടെന്നൊക്കെ സബ്ബാവും. പക്ഷെ വാച്ച് അവർ ആയി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരിക്കൽ എല്ലാം അങ്ങോട്ട് ആകും. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ വീഡിയോ ഇടുമ്പോഴാണ് ആയി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. സത്യം പറഞ്ഞാൽ 4000 ആവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അതിൻ്റെ കൂടെ 8000 കൂടെ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആവും. ഒരു മിനിറ്റ്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആവും കേട്ടോ 8000 ആവാന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഒരിക്കലും തളരരുത്, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യട്ടോ. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തിലേറെ മേലായി. പക്ഷെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് മോണിറ്റൈസേഷൻ ആക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. ആ ഒറ്റ വാശിപ്പുറത്താണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ മോണിറ്റൈസേഷനൊക്കെ ആയി, എല്ലാം ആയി, പൈസയും കിട്ടി തുടങ്ങിയതായിരുന്നു. അങ്ങനെ എനിക്ക് റീയൂസ്ഡ് കണ്ടന്റ് പറഞ്ഞൊരു സംഭവം വന്നു. എൻ്റെ പൊന്നു, കഴിയുമ്പോൾ ഞാനൊരു 9 മാസം ഞാൻ ഇങ്ങനെ പെട്ടു കേട്ടോ. കാരണം നമ്മൾ കഷ്ടപ്പെട്ടാണ് ഈ 4000 വാച്ച് അവർ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കിട്ടി, മോണിറ്റൈസേഷനുമായി. പിന്നെ റീയൂസിൽ വന്ന് വീണ്ടും മോണിറ്റൈസേഷൻ കട്ടായി എന്ന് പറയുമ്പോൾ ഭയങ്കര അതിൻ്റെ ഒരു പ്രശ്നം പറയാൻ പറ്റില്ല, അത്ര കാണട്ടോ. അങ്ങനെ ഒരു 9 മാസത്തോളം അതിൻ്റെ പിന്നാലെ നടന്നു. ഞാൻ എൻ്റെ ലെങ്ത്തുള്ള വീഡിയോസിൽ നല്ല വ്യൂസ് ആയിട്ട് കയറിയിട്ടുള്ള സകലതും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഷോർട്സിൽ കയറി പോയത് ഡിലീറ്റ് ചെയ്തു, ഒക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ കാത്തിരുന്നു. അങ്ങനെ 9 മാസങ്ങൾക്ക് ശേഷം എൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടി കേട്ടോ എനിക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ലെങ്ത്തുള്ള വീഡിയോസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഷോർട്സ് ഇടുക. വേറെ ഉള്ളിടത്തു നിന്ന് എടുത്തിട്ട് പലരും ഗ്രൂപ്പിൽ നിന്നൊക്കെ ഷെയർ ചെയ്യുമല്ലോ, അങ്ങനത്തെ വീഡിയോസും ഇട്ടിട്ട് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ കയറിപ്പോകും എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് മോണിറ്റൈസേഷൻ കട്ടായിട്ട് കിട്ടും. ഒരിക്കലും ചെയ്യരുത് കേട്ടോ, പറയാനുള്ളതാണ്. പിന്നെ വ്യൂസ് കുറവാണ്, അത് കുറവാണ്, ഇത് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് തളർത്താൻ കുറേ ആൾക്കാരുണ്ടാവും. എത്താപ്പം എൻ്റെ വീഡിയോ കാണാൻ, ഇതിന് നല്ല വേറെ വല്ല പണിക്കും പോയാൽ, എന്നോട് പറഞ്ഞ ഡയലോഗാട്ടോ അത്, വേറുള്ളവർ പറഞ്ഞതാ. എൻ്റെ വീഡിയോ കാണാനെ കൊണ്ട് വേറെ വല്ല പണിക്കും പോയാൽ മതി എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഇപ്പം ഇങ്ങനെ ആലോചിച്ചും വേണ്ടല്ലോ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ പൈസ വാങ്ങി ഇപ്പോൾ ഇതാ ഒരു 3 പ്രാവശ്യത്തിന് 3 പ്രാവശ്യം എനിക്ക് പൈസ ഞാൻ ഇന്ന് വാങ്ങിച്ചു. ആ മോണിറ്റൈസേഷൻ 9 മാസം കട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 3 ഉള്ളത് അതിലേറായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തത് ഇപ്പോൾ കിട്ടാറായിട്ടുണ്ട്. അന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയായിരുന്നു അറിയോ? എൻ്റെ വീഡിയോ കാണുന്ന നേരം കൊണ്ട് വേറെ വല്ല പണിക്കും പോയാൽ മതിയായിരുന്നു, ഞങ്ങൾ കണ്ടിട്ട് എനിക്ക് പൈസ കിട്ടാനല്ലേ, ഞങ്ങൾ സബ് ചെയ്തിട്ട് എനിക്ക് പൈസ കിട്ടാനല്ലേ, ഞങ്ങൾ സബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ സബ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? അതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തളക്കിയിരുന്നു. പോട്ടെ സാറില്ല. അപ്പം തളർത്താൻ കുറേ ആൾക്കാരുണ്ടാകും. പക്ഷെ നമ്മൾ തളരരുത്. വ്യൂസ് കുറവാണ്, എൻ്റെ വ്യൂസ് ഇല്ലല്ലോ, അതിനൊന്നും വ്യൂസ് ഇല്ലല്ലോ എന്ന് പറയാൻ കുറേ ആൾക്കാരുണ്ടാകും. മതി, നമുക്കിപ്പോൾ 50 വ്യൂസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ 50 ആൾക്കാർ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളതല്ലേ, അത് മതി. 50 എങ്കിൽ 50. എനിക്ക് കുറേ വ്യൂസ് ഉണ്ട് എന്നല്ലട്ടോ ഞാൻ പറയണത്, എനിക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ, ഇത്രയൊക്കെ തന്നെ എനിക്ക് വ്യൂസ് ഉള്ളൂ. പക്ഷെ 50 ആൾക്കാർ കാണണമെങ്കിൽ 50 ആൾക്കാർ മതിയിടോ നമ്മളെ വീഡിയോസ്. നമ്മൾ 50 ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നില്ലേ, നമുക്ക് അഭിമാനിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും തളരരുത്, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ 2027 ആകുമ്പോഴത്തേന് 4000 വാച്ച് അവർ തികയ്ക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ആക്കുക കേട്ടോ. എന്നാൽ പിന്നെ 8000 അങ്ങോട്ട് കടക്കണ്ടല്ലോ.
അത് ഏറ്റവും നല്ലൊരു ഇതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യാം. നല്ല നല്ല കണ്ടൻറ്റൊക്കെ തംബ്നെയിലൊക്കെ കൊടുക്കുക. അപ്പോൾ ജെമിനി എഐനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി തംബ്നെയിലൊക്കെ തരും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് കാച്ചി വിടുക. പിന്നെ ഞാനൊക്കെ ചെയ്യുന്ന വീഡിയോസ് അതേപോലൊക്കെ തന്നെ ചെയ്യാം. നമുക്ക് ഡെയിലി കണ്ടന്റ് ഒന്നും കിട്ടില്ലല്ലോ. ഞാൻ എന്താ ചെയ്യലറിയോ, വൈകുന്നേരം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറുതിനെ അങ്ങോട്ട് എടുക്കും, വലുതിനായിട്ട് അങ്ങോട്ട് പോകും. ഞങ്ങൾ പീടിയേക്ക് പോവാണ്, ഞങ്ങൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഓരോയിട്ട് അങ്ങോട്ട് പോകും. ഇതൊക്കെ തന്നെ നമ്മളെ കണ്ടന്റ് മതി. നമുക്കിപ്പോൾ ഡെയിലി നല്ല നല്ല കണ്ടന്റ് നോക്കി നടക്കാനും നമുക്ക് പറ്റൂല. ഇതൊക്കെ തന്നെ നമ്മളെ കണ്ടന്റ്, ഇതൊക്കെ തന്നെ അങ്ങോട്ട് ഇടുക. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കൂടെ പറയാൻ വന്നത്, ഇന്നലെ ഓഗസ്റ്റ് 16 ഇന്നലെ ഇത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം കൈയുണ്ടാവും എന്നാണെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു, ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. നമ്മളെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, ആലപ്പുഴ, അതേപോലെ പാലക്കാട്, ഒട്ടുമിക്ക എല്ലാ ജില്ലയിൽ നിന്നും അവിടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആൾക്കാരെ കാണാൻ പറ്റി. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ കിട്ടി. എന്താ പറയുക, ആരും അറിയാത്ത നമ്മളെ കുറച്ച് ആൾക്കാരെങ്കിലും അറിയണുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. പിന്നെ കുറേ ഇവൻറ്റ്സിൽ പങ്കെടുക്കാൻ പറ്റി, കുറേ മീറ്റപ്പിൽ പങ്കെടുക്കാൻ പറ്റി, കുറേ മൊമെൻറ്റോ കാര്യങ്ങൾ കിട്ടി. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മൊമെൻറ്റോ കുറച്ച് കിട്ടിയിട്ടുണ്ട്.